നമസ്കാരം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനം, മുഖം നോക്കാതെ നടപടി വേണമെന്ന് CPI. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ധനാർത്തി പൂണ്ട ചില അധ്യാപകരും വിദ്യാഭ്യാസം വിൽക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംഘം ചേർന്ന് നടത്തുന്ന ഇത്തരം ചോർത്തലുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനമാണെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. എന്ത് ചെയ്തും പണം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ നിന്ന് പരീക്ഷകളെ രക്ഷിക്കാൻ ബദൽ വഴികൾ ആരായാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കണം. കാണാതെ പഠിച്ച് പരീക്ഷ ജയിക്കുന്ന സമ്പ്രദായത്തിന് പകരം വിദ്യാർത്ഥിയുടെ യഥാർത്ഥ അറിവളക്കാൻ ഉതകുന്ന പരീക്ഷാ സമ്പ്രദായങ്ങൾ കണ്ടെത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആൻമേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്ടുകാർ. കോതമംഗലത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി ആൻമേരിയുടെ മൃതദേഹം സ്വദേശമായ തൃശൂർ പുതുക്കാടേക്ക് കൊണ്ടുപോയി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11:30-ഓടെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. മന്ത്രി P. രാജീവ്, കോതമംഗലം MLA ആന്റണി ജോണ തുടങ്ങിയവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആൻമേരിയുടെ സഹപാഠികളും അധ്യാപകരും ഇവിടെ എത്തിയിരുന്നു. പത്തനംതിട്ട അപകടത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയായി. അപകടത്തിൽ മരിച്ച 4 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ച് വിദേശത്തുള്ള നിഖിലിന്റെ സഹോദരി അടക്കമുള്ള ബന്ധുക്കളെത്തിയ ശേഷം സംസ്കാരം നടത്തുമെന്ന് അടുത്ത ബന്ധുക്കൾ അറിയിച്ചു. കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു P. ജോർജ് എന്നിവരായിരുന്നു ദാരുണമായ അപകടത്തിൽ മരിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെ ആൽമരത്തിന് തീപിടിച്ചു. ശബരിമല സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെയുള്ള ആൽമരത്തിന് തീപിടിച്ചു. താഴെ തിരുമുറ്റത്ത് ആഴിയോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരത്തിലാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ആൽമരത്തിന് തീപിടിച്ചത് ഭക്തരിലും പരിഭ്രാന്തി പടർത്തി. ആഴിയിൽ നിന്നും ആളിക്കത്തിയ തീ ആൽമരത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. സംഭവം കണ്ട പോലീസും കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് ആൽമരത്തിന്റെ താഴെ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ സുരക്ഷിതമായി മാറ്റി. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ തീ അണയ്ക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് 15 മിനിറ്റ് നേരത്തോളം ഭക്തരെ നടപ്പന്തലിന് താഴെ തടഞ്ഞു നിർത്തി. വളർത്തുനായകളുമായി വീടിനുള്ളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതി ഇപ്പോഴും കാണാമറിയത്ത്. വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടുടമസ്ഥനെ നായയെക്കൊണ്ട് കടിപ്പിച്ച ഗുണ്ട ഒളിവിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി സമീറാണ് ഒളിവിലുള്ളത്. ഇന്നലെ കഠിനംകുളം പടിഞ്ഞാറ്റുമുക്കിലെ സക്കീറിന്റെ വീട് കയറിയായിരുന്നു ഗുണ്ടാക്രമണം നടത്തിയത്. റോഡിൽ നായയുമായി പരാക്രമം കാട്ടിയ ഗുണ്ടയെ നോക്കി സക്കീറിന്റെ കുട്ടികൾ ചിരിച്ചതാണ് പ്രകോപനം. കഠിനംകുളം സ്റ്റേഷനിൽ നിരവധി കേസിൽ പ്രതിയായ സമീറാണ് ഇന്നലെ വൈകിട്ട് വളർത്തുനായ ഉപയോഗിച്ച് വീട് കയറി ആക്രമണം നടത്തിയത്. ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന സക്കീർ പുറത്തു വന്നപ്പോൾ നായയെക്കൊണ്ട് കടിപ്പിക്കുകയായിരുന്നു.